ലവ് പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ സ്നേഹ സന്ദേശം എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ സന്ദേശം എന്ന TV പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു 2013 ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ വർഷത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് കടക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഒരു പുതിയ ശക്തി 2013 നമ്മുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി. വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെയാണ് നാം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എല്ലാവരെയും അപ്രകാരം ഒരു പുതിയ അഭിഷേകം കൊണ്ട് ദൈവം മൂടി മറച്ച് അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി. ഇന്ന് പകൽക്കാലവും നിങ്ങളോടൊപ്പം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ അധികം ശക്തി പകരുന്നു. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സഹോദരന്മാരായി ഹല്ലേലൂയ ഒരുമിച്ച് വസിക്കുന്ന ഒരു അനുഭവം ഈ വർഷത്തിൽ ദൈവം നമുക്ക് എല്ലാവർക്കും തരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എത്ര ശുഭവും എത്ര മനോഹരവുമായിരിക്കുന്നു. ഹല്ലേലൂയ, ഒരു സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ഇറക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇന്ന് ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ട ലിഖിതങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അവസാനത്തെ വാക്യം: നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വളരെ വലിയ ഒരു ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് ഈ വർഷത്തിൽ ദൈവം നമുക്ക് നൽകുന്നത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ഒരു അനുഗ്രഹമായിരിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ സ്നേഹിതൻ, നീ ഹല്ലേലൂയ എന്നോടൊപ്പം നടക്കുന്നു, ഞാൻ നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടമുള്ള പലതും എനിക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ച് ദൈവസന്നിധിയിൽ എന്നോടൊപ്പം നീ ആയിരിക്കുന്നത് കൊണ്ട്, നീ എനിക്ക് വേണ്ടി വില കൊടുക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ